12 വർഷത്തെ വനവാസം അവസാനിച്ചു. ഇപ്പോൾ പാണ്ഡവരുടെ മുന്നിൽ അവസാന പരീക്ഷ മാത്രം ബാക്കി. 1 വർഷത്തെ അജ്ഞാതവാസം. ആരും തിരിച്ചറിയാതെ 1 വർഷം ജീവിക്കണം. അല്ലെങ്കിൽ വീണ്ടും 12 വർഷത്തെ വനവാസം. അവസാനം പാണ്ഡവർ മത്സ്യരാജ്യമായ വിരാട രാജാവിൻ്റെ രാജ്യത്തേക്ക് യാത്രയായി. ഓരോരുത്തരും പുതിയ രൂപവും പേരും സ്വീകരിച്ചു. യുധിഷ്ഠിരൻ കങ്കൻ, രാജാവിൻ്റെ ഉപദേഷ്ടാവ്; ഭീമൻ ബല്ലവൻ, അടുക്കളക്കാരൻ; അർജുനൻ ബൃഹന്നള, നൃത്തസംഗീത അധ്യാപികയുടെ വേഷം; നകുലൻ കുതിരപരിപാലകൻ; സഹദേവൻ കന്നുകാലി സംരക്ഷകൻ; ദ്രൗപദി സൈരന്ധ്രി, രാജ്ഞിയുടെ സഹായി. ഇങ്ങനെ മഹായോദ്ധാക്കൾ സ്വന്തം മഹത്വം മറച്ചു ജീവിച്ചു. കാലം മുന്നോട്ട് നീങ്ങി. പക്ഷേ വിരാട രാജ്യത്തിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. അവൻ കീചകൻ, വിരാടന്റെ സേനാനായകൻ, അഹങ്കാരിയും ക്രൂരനും. ഒരു ദിവസം അവൻ്റെ കണ്ണുകൾ ദ്രൗപദിയിലേക്ക് തിരിഞ്ഞു. അവളുടെ സൗന്ദര്യം കണ്ട അവൻ്റെ മനസ്സിൽ മോഹം കത്തി. ദ്രൗപദി ഭയന്നു. അവൾ പലതവണ അവനെ നിരസിച്ചു. പക്ഷേ കീചകൻ കൂടുതൽ ക്രൂരനായി. ഒരു ദിവസം അവൻ രാജസഭയിൽ വെച്ച് ദ്രൗപദിയെ അപമാനിച്ചു. അവൾ കണ്ണീരോടെ ഭീമന്റെ അടുത്തെത്തി. ഇനി സഹിക്കാനാവില്ല. ഭീമന്റെ കണ്ണുകളിൽ കോപത്തിന്റെ തീ കത്തി. ആ രാത്രി ഒരു രഹസ്യ പദ്ധതി തയ്യാറായി. ദ്രൗപദി കീചകനെ നൃത്തശാലയിലേക്ക് വിളിച്ചു. അവിടെ അവനെ കാത്തിരുന്നത് ദ്രൗപദിയല്ല, ഭീമൻ. ഇരുട്ടിനുള്ളിൽ ഒരു ഭീകര പോരാട്ടം തുടങ്ങി. കീചകൻ ശക്തനായിരുന്നു. പക്ഷേ ഭീമന്റെ ക്രോധത്തിനു മുന്നിൽ അവൻ ദുർബലനായി. അവസാനം ഭീമൻ കീചകനെ നിലത്തടിച്ച് തകർത്തു കളഞ്ഞു. അവൻ്റെ അസ്ഥികൾ പോലും തകർന്നു പോയി. പ്രഭാതത്തിൽ കീചകന്റെ മൃതദേഹം കണ്ടവർ ഭയത്തോടെ വിറച്ചു. ഇത് മനുഷ്യന്റെ ശക്തിയല്ല. വാർത്ത രാജ്യം മുഴുവൻ പരന്നു. ദുര്യോധനനും സംശയിച്ചു. ഭീമനല്ലാതെ ഇങ്ങനെ ചെയ്യാൻ ആരാകും? കൗരവർ പാണ്ഡവരെ കണ്ടെത്താൻ വിരാട രാജ്യത്തിലേക്ക് നീങ്ങി. പക്ഷേ അജ്ഞാതവാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ ഇപ്പോൾ മാത്രമേ ആരംഭിച്ചിരുന്നുള്ളൂ. വിധി അവരെ വീണ്ടും യുദ്ധഭൂമിയിലേക്ക് നയിക്കാനിരിക്കുകയായിരുന്നു.